എല്ലാ ആശീർവാദങ്ങളും. 2 ചോദ്യങ്ങളുടെ ഒരു കോമ്പോ ആണ്. ഒരു ചോദ്യം ലാലേട്ടനും, ഓരോ ചോദ്യം വിസ്മയിക്കും. ഈ തുടക്ക സിനിമയുടെ സ്ക്രിപ്റ്റ് വീട്ടിലെത്തിയതിനു ശേഷം എത്ര മണിക്കൂർ വീട്ടിൽ ഡിസ്കഷൻ നടന്നു ഈ പടത്തിലേക്ക് വിസ്മയിക്കാം? വിസ്മയ, അടുത്ത ചോദ്യം. പ്രണവേട്ടൻ എന്താണ് നൽകിയ ഉപദേശം, ടിപ്പ്? ആദ്യം ലാലേട്ടൻ, അതിന് വിസ്മയ. എങ്ങനെ എത്ര മണിക്കൂർ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാര്യം ഞാൻ അതിലുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് കഥ കേട്ടു. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കൂടുതൽ ഡിസ്കഷനിലേക്കൊന്നും ഞാൻ പോയില്ല. അതാണ് എൻ്റെ സത്യം. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. അതൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില അക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് എൻ്റെ സത്യം. പ്രണവേട്ടൻ എനി ഹെൽപ്പ് ടിപ്സ് ഫോർ ആക്ടിങ്? അങ്ങനെ ടിപ്സ് ഒന്നും തന്നില്ല, ബട്ട് ഹി ജസ്റ്റ് സെഡ് ഹാവ് ഫൺ ആൻഡ് ഡിസ്കഷൻ. അങ്ങനെ ഡിസ്കഷനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും ഇതിനെ പറ്റി സംസാരിച്ചു. ആൻഡ് സ്റ്റോറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേസ്, ഹലോ, ഇവിടെയാണ്. നമസ്കാരം. തുടക്കം നല്ല സംഭവമായിട്ട് ജൂഡിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആദ്യം ലാലേട്ടനോട് തന്നെയാണ്. ലാലേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലാണ് ഇപ്പോൾ താങ്കൾ. അതിന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു, അതിൽ സന്തോഷം. ഞങ്ങളെല്ലാം കുട്ടി തന്നെയാണ് വിസ്മയ. ലാലേട്ട അഭിനയിക്കുന്ന സമയത്ത്, ലാലേട്ടൻ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വരാം, വിസ്മയോടൊപ്പം ആ ഷെയർ ചെയ്യുമ്പോൾ, ക്യാമറയ്ക്ക് മുന്നിൽ ഷെയർ ചെയ്യുമ്പോൾ ലാലേട്ടന് തോന്നിയ ആ മുഹൂർത്തം എന്തായിരുന്നു ആ സമയത്ത്? അല്ല, ആ സമയത്ത് എൻ്റെ മകളാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ്. മകളായിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ല, ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു കൊളീഗായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ്. സിനിമകൾ ഒത്തിരി അച്ഛൻ്റെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമയിൽ അച്ഛൻ്റെ മുന്നിൽ പോയെന്ന് ഒരു ഡയലോഗ് പറയുമ്പോൾ, ജൂഡ് പറഞ്ഞായിരുന്ന ഡയലോഗ് പറയുമ്പോൾ എന്തായിരുന്നു ആ ഫീൽ? അത് ഞാൻ അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ പോവാണ്, ലൈക്ക് ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. I was nervous. ഞാൻ നെർവസ് ആയിരുന്നു. 18 സോറി. അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ജൂട്ടൻ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. Hi, Vismaya. I'm sitting right here. Okay. So you've spent years expressing yourself through poetry, painting, and everything. There, the creative control is almost under you. But here, when it's acting, it's more of a collaborative process, and it's shaped by Jude's vision here. Is it difficult to let go of that control, emotional control, as an artist? So I would say that it's still the same kind of freedom. I wouldn't say that the freedom is any less with this process, because it's like, it's an art form, right? So you're still expressing in your own way. So it's not, yes, of course the director gives you his vision, but then it's your instrument, right? So you have to bring out your own creativity. Yeah. Thank you so much for the answer, sir. My question is to you. You've seen actors starting their journey through all these decades. As a father and as an actor, what do you think is the most important quality a co-actor, an experienced co-actor should have when he is with a person who's facing the camera for the first time? Basically common sense.
seriously, because we are not supposed to ridicule them, or we should not give any kind of confusion to them. So be with them, travel with them, and you can, on the travel you can correct them, or you can learn so many things. So to be with acclimatization, you need an acclimatization. They also need. So to be in that league and to be in our league, it's a beautiful process happening. So നമ്മുടെ co-actors-ന്റെ കൂടെ ഏറ്റവും രസകരമായിട്ട് മേക്ക് ഫൺ വിത്ത് ദം, ബി എന്താണ് ബി ഇൻ ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, എക്സ്ചേഞ്ച് ആൻഡ് മേക്ക് ദം കംഫർട്ടബിൾ. സെയിം വിത്ത് മായ. അപ്പം മായ സംടൈംസ് വി ഫീൽ അയ്യോ ഈ കുട്ടി എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ഇവരത്തല്ല എല്ലാവർക്കും തോന്നാം, മറ്റവർക്കും തോന്നാം. അതിനെ ഒരു ഇറിറ്റേറ്റഡ് ആകാതെ സെയിം വിത്ത് ഡയറക്ടേഴ്സ് ഓൾസോ അല്ലേ. ചില ഡയറക്ടേഴ്സ് ഉണ്ട്, ചില ദേഷ്യപ്പെടുന്നവരുണ്ടാവും, പക്ഷേ ദാറ്റ് വിൽ റിഫ്ലക്റ്റ് ദ കോൺഫിഡൻസ് ഓഫ് ദ ആക്ടർ. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഇറ്റ്സ് എ ഹാബിറ്റ്, ഇത് ഒരു പ്രാക്ടീസാണ്. സോ ഇപ്പോൾ ലൈക്ക് ഹി സെഡ്, ഫസ്റ്റ് ഡേ പോലെ ആയിരുന്നില്ല മായ 10th ഡേ, പിന്നെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് എ പ്രോസസ്. സോ അതിന് യു നീഡ്, ഇതൊരു സെൽഫായിട്ട് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇറ്റ്സ് എ മോർ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺ ദ സ്റ്റേജ്. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്, എൻറ്റിറ്റി വൈസ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ